നമ്മളങ്ങനെ ബീഡ്സ് വെച്ചുള്ള പെയിൻറ്റിങ് അല്ലെങ്കിൽ ചെറിയ ഡിസൈൻസാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ട് ഇരിക്കുന്നത് നിലവിൽ വീഡിയോസ്. അപ്പോൾ ഞാൻ ഇന്നും ചെയ്യുന്നത് അത് തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. തേണ്ട ഇതേപോലെ ഞാൻ നമ്മുടെ പേപ്പർ എടുത്തിട്ടുണ്ട്. ഒന്ന് ബ്ലാക്ക് കളറിലെ പെയിൻറ്റ് ഇന്ന് ഞാൻ അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഫുള്ളായിട്ട് ബ്ലാക്ക് കളറിലെ പെയിൻറ്റ് അടിച്ചു കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ചെറിയാണ് ഞാൻ വരച്ചു കൊടുത്തിരിക്കുന്നത്. ചെറി എന്ന് തന്നെയല്ലേ പറയുന്നത്. എനിവേ നിങ്ങൾക്ക് ലാസ്റ്റ് കാണുമ്പോൾ മനസ്സിലാവും ചെറിയാണോ ജെറിയാണോ ആരാന്നുള്ളത്. എന്നിട്ട് കുറച്ച് റെഡ് കളറിൽ എൻ്റെ കയ്യിലിരുന്നത് ഇച്ചിരി വലിയ റൗണ്ട് ബീഡ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അത് വെച്ചാണ് ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നത്. അങ്ങനെ ഇത് ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇനിയും ഞാൻ വീണ്ടും ഇതേപോലെ തന്നെയുള്ള പല പല ഡിസൈനുമായിട്ട് ഞാൻ രംഗത്തിറങ്ങുന്നതാണ്. ഇതിൽ ഒന്നും ഞാൻ അവസാനിപ്പിക്കത്തില്ല. അതുപോലെ തന്നെ ഡയമണ്ട് പെയിൻറ്റിങ്ങിൻ്റെയും സ്റ്റിച്ചിങ്ങിൻ്റെയും ഒക്കെ ഞാൻ വീഡിയോസ് ഇടുന്നതാണ്. മടി എന്ന് പറഞ്ഞാൽ ഭയങ്കര മടി. അതിനോടൊത്തൊരു പനിയും കൂടെ പിടിച്ചപ്പോഴത്തേക്കിന് പറയേ വേണ്ട. പിന്നെ വീഡിയോ ചെയ്യാൻ പോയിട്ട് കട്ടിലിൽ നിന്ന് എഴുന്നേക്കാൻ പോലും തോന്നില്ല. ആ ഒരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എന്നാലും ഞാൻ അതിൻ്റെ ഇടയിൽ നിന്നാണ് ഞാൻ ഇപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്തേക്കുന്നത്. ഒരു സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ കുറേ കാലം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നാളത്തേക്കിന് എന്തായാലും സ്റ്റിച്ചിങ്ങിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇടുന്നുണ്ട്. പിന്നെ റീലും ഒക്കെ കണ്ട ഇൻസ്റ്റ തോണ്ടിയാണ് ഞാൻ ഈ ഒരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് നിങ്ങൾ ഈ ബാക്ക്ഗ്രൗണ്ടിലും കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഡിസൈൻസാണ് ഞാനിപ്പം നിങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി ഒട്ടും വരയ്ക്കാൻ അറിയാൻ വയ്യാത്തവരെന്ന് ഞാൻ പറയത്തില്ല. ചെറുതായിട്ടെങ്കിലും വരയ്ക്കാൻ അറിയാമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്യുന്നത് നല്ലതാണ്. ഇച്ചിരി വലിയ പേപ്പറിലൊക്കെ ചെയ്യുകയെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഒരു വാൾ ഡെക്കറായിട്ടൊക്കെ യൂസ് ചെയ്യാനായിട്ടൊക്കെ അടിപൊളിയാണ്. ബീഡ്സ് ആയതുകൊണ്ടും അല്ല മറ്റേ നമ്മുടെ ഡയമണ്ട് പെയിൻറ്റിങ്ങിന് യൂസ് ചെയ്യുന്ന ഡയമണ്ട്സ് ആണെന്ന് പറഞ്ഞാലും അല്ലെന്നെങ്കിൽ സ്റ്റോൺ ഉണ്ടല്ലോ. ഞാനിപ്പോൾ ഇതിൽ സ്റ്റോൺ ഒട്ടിക്കുന്നുണ്ട്. സ്റ്റോണൊക്കെ വെച്ചാകുമ്പോഴത്തേക്കിനും ഒരു ഗ്ലേസിങ്ങും കാര്യങ്ങളും ഒക്കെ വരുമ്പോഴത്തേക്കിനും നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഏകദേശം ഡയമണ്ട് പെയിൻറ്റിങ് പോലെ തന്നെയാണ് ഇതും വരുന്നത്. അപ്പോൾ എനിവേ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തുകൂടെ നോക്കാം. എന്നും പറഞ്ഞ് ട്രൈ ചെയ്യാതിരിക്കരുത്. ഒട്ടും അറിയത്തില്ല എന്നും പറഞ്ഞ് ട്രൈ ചെയ്യാതൊന്നും ഇരിക്കുകയല്ല. നമ്മളെന്തെങ്കിലും ട്രൈ ചെയ്താണെന്ന് പറഞ്ഞാലും നമുക്കിതൊക്കെ ചെയ്യാനായിട്ടുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇതേപോലെ തന്നെ ഞാൻ വീണ്ടും വീഡിയോസുമായിട്ട് പുറകാലെ വരുന്നതാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ് ചെയ്യുക. പിന്നെ ആ ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് അമർത്തിയിട്ട് പോകുന്നത്. എന്തായാലും ഇത്രത്തോളം കണ്ടില്ല. അപ്പോൾ ആ ബാക്കിയൊന്ന് ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് അമർത്തിയിട്ട് പോകുക. അപ്പോൾ ഫൈനൽ റിസൾട്ട് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പം തന്നെ ഏകദേശം മനസ്സിലായല്ലോ എന്താ ഫൈനൽ റിസൾട്ട് എന്നുള്ളത്. അപ്പോൾ കാണണ്ടേ. അപ്പോൾ നമുക്ക് ഫൈനൽ റിസൾട്ടിലേക്ക് പോകാം. അതിന് മുമ്പുള്ള ചെറിയ അലുകുലത്ത് പണികളാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട്. ഇതൊരു വലിയൊരു പേപ്പറിലും കൂടെ ചെയ്യുമായിരുന്നെങ്കിൽ അടിപൊളിയായി മാറിയേനെയായിരുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.